ഹലോ ഫ്രണ്ട്സ്, ഏഞ്ചൽ ഏവരിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോയിലെ വിഷയം ഫിഷർ വെറൈറ്റി ബേർഡുകളുടെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ, അതായത് സ്പ്ലിറ്റ് ഓർ പോസിബിൾ. നമ്മുടെ തെമ്മനയിൽ കണ്ട മനസ്സിലാവും നിങ്ങൾക്ക് എന്തിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സ്പ്ലിറ്റ് ഒരുപാട് കൂട്ടുകാരുടെ സംശയമാണ്. സ്പ്ലിറ്റ് ബേർഡുകൾ എന്താണ്, അതുപോലെ പോസിബിൾ എന്താണ്, ഇവ എങ്ങനെയാണ് ഇറങ്ങണത്, ഇവരെങ്ങനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം, ഏതൊക്കെ ബേർഡുകളെ പെയർ ചെയ്തെന്നാൽ നമുക്ക് ബ്ലൂ അല്ലെങ്കിൽ പാർ ബ്ലൂ അല്ലെങ്കിൽ വയലറ്റ്, അങ്ങനെ കുറേ ബേർഡുകൾ അല്ലെങ്കിൽ ഒപ്പലൈൻസ്, ഫിഷർ, മറ്റുള്ള കളർ ബേർഡുകൾ എങ്ങനെ സെറ്റ് ചെയ്യാം, അതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട്. ഇത് ഒരുപാട് സംസാരിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാം. ജീനിനെ കുറിച്ചിട്ട്, അതിൻ്റെ സ്പ്ലിറ്റ് ബേർഡുകളിലെ ജനറ്റിക്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഒരുപാട് നീണ്ടുപോകും. തുടക്കക്കാർക്ക് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടാണ് തുടക്കക്കാർക്ക് മനസ്സിലാകാനുള്ള രീതിയിലാണ് ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ ഫിഷർ, ബേസ് തൊട്ടന്നെ തുടങ്ങാം. ഗ്രീൻ ഫിഷർ നമുക്കെല്ലാവർക്കും അറിയാം. ഗ്രീൻ ഫിഷർ വെറൈറ്റി ബേർഡിലെ ബേസ് വെറൈറ്റി, ബേസ് കളറാണ് ഗ്രീൻ. ഇതൊരു ഡോമിനൻ്റ് കളറാണ് ഗ്രീൻ ഫിഷർ പല ടൈപ്പുണ്ട്. ഷോലൈനുണ്ട്, സാധാരണ നോർമൽ ഗ്രീൻ ഫിഷറുണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ ഈ കാണിച്ചേക്കുന്ന ബേർഡ് ഒരു ഷോലൈൻ വൈൽഡ് ഗ്രീൻ ഫിഷറാണ്. അറിയാം, ഇതിൻ്റെ കളറ് ഡോമിനൻ്റാണ് കളറാണ്. അപ്പോൾ ഈ ബേർഡിൻ്റെ കൂടെ സെയിം ഗ്രീൻ ഫിഷറിനെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നത് 100% റിസൾട്ട് ഗ്രീൻ ഫിഷറായിരിക്കും. കാരണം ഡോമിനൻ്റ് കളറാണ്, സ്പ്ലിറ്റ് ഒന്നുമില്ല. അതുകൊണ്ട് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന ബേർഡുകൾ കംപ്ലീറ്റ് ഗ്രീൻ ഫിഷർ ബേർഡുകളായിരിക്കും നമുക്ക് ഇറങ്ങാൻ പോകണം. ഗ്രീൻ ഫിഷർ ഇൻറ്റു ഗ്രീൻ ഫിഷർ പെയർ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ചിക്സ്. ഇതിൻ്റെ അകത്ത് ഇറങ്ങി ബേർഡിൽ നിന്ന് പെയർ ചെയ്ത് അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങുന്ന ചിക്സ് ഗ്രീൻ ഫിഷറായിരിക്കും. അതിൻ്റെ കൂടെ നമ്മൾ ഗ്രീൻ ഫിഷർ ഇൻറ്റു ബ്ലൂ ഫിഷറിനെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ഇറങ്ങണ ചിക്സുകൾ എല്ലാം ഗ്രീൻ കളറായിരിക്കും, പക്ഷേ അത് സ്പ്ലിറ്റ് ബ്ലൂ ആയിരിക്കും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഗ്രീൻ ഫിഷർ ഒരു ഡോമിനൻ്റ് കളറാണ് ഗ്രീൻ. അപ്പോൾ അതിൻ്റെ കൂടെ ബ്ലൂ ഫിഷറിനെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ബ്ലൂ കളർ എന്ന് പറയുമ്പോൾ അതൊരു റെസസീവാണ്. ഓപ്പോസിറ്റ് സൈഡിൽ സ്പ്ലിറ്റോ അല്ലെങ്കിൽ സെയിം ബ്ലൂവോ ഇല്ലാതെ ഒരു ബ്ലൂ ഫിഷർ ഇറങ്ങില്ല. അപ്പോൾ ഗ്രീൻ്റെ കൂടെ ബ്ലൂ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് ഇറങ്ങണം എല്ലാ ബേർഡുകളും ഗ്രീൻ ഫിഷർ സ്പ്ലിറ്റ് ബ്ലൂ. ഇപ്പോൾ വീഡിയോയിൽ കാണാൻ അതിൻ്റെ കൂടെ ഗ്രീൻ ഫിഷർ സ്പ്ലിറ്റ് ബ്ലൂ, അതിൻ്റെ കൂടെ ഒരു ബ്ലൂ ഫിഷറിനെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ബ്ലൂ ഫിഷറും ഇറങ്ങും, അതുപോലെ തന്നെ ഗ്രീൻ ഫിഷർ സ്പ്ലിറ്റ് ബ്ലൂ ബേർഡുകളും ഇറങ്ങുന്നു. ഈ സെയിം ബേർഡുകൾ തമ്മിൽ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ബ്ലൂ ഫിഷർ അതുപോലെ തന്നെ ഗ്രീൻ ഫിഷർ സ്പ്ലിറ്റ് ബ്ലൂ ഇറങ്ങും. അതായത് നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ നമ്മൾ ഇതിൻ്റെ ബേസിക് മ്യൂട്ടേഷനെ കുറിച്ച് പറഞ്ഞു. ഇതെങ്ങനെയാണ് ബേർഡിൽ ഇറങ്ങണം എന്നുള്ള രീതിയിൽ നമ്മൾ ഇവിടുത്തെ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചു, സ്പ്ലിറ്റ് ബേർഡുകൾ എന്താണ്, പോസിബിൾ എന്താണ്. അതിൻ്റെ പുറത്താണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സ്പ്ലിറ്റും ഒരു ബ്ലൂ ഫിഷറോട്ട് പെയർ ചെയ്താൽ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ബ്ലൂ ഇറങ്ങും, അതുപോലെ തന്നെ ഈ കാണുന്ന ഗ്രീൻ ഫിഷർ സ്പ്ലിറ്റ് ബ്ലൂ ഇറങ്ങും. അതേപോലെ തന്നെ രണ്ട് സ്പ്ലിറ്റ് ബ്ലൂ, അതായത് ഗ്രീൻ ഫിഷർ സ്പ്ലിറ്റ് ബ്ലൂ ഇൻറ്റു പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ബ്ലൂ ഫിഷർ ഇറങ്ങും, ഗ്രീൻ ഫിഷർ സ്പ്ലിറ്റ് ബ്ലൂ ഇറങ്ങും, നോർമൽ ഫിഷർ ഇറങ്ങും. കാരണം സ്പ്ലിറ്റ് ബ്ലൂ ആകുമ്പോൾ അതിൽ നോർമൽ ജീനുണ്ടാവും. അപ്പോൾ ആ സെയിം രണ്ട് സ്പ്ലിറ്റും കൂടി ചേരുമ്പോൾ നോർമലും കൂടി അത് നോർമൽ ബേർഡ് ഇറങ്ങും. അതിൻ്റെ കൂടെ സ്പ്ലിറ്റ് ഇറങ്ങും, അതിൻ്റെ കൂടെ വിഷ്വലി ബ്ലൂ സീരീസ് ഇറങ്ങും. അപ്പോൾ നമുക്ക് നോർമലായിട്ട് ഇറങ്ങുന്ന ഗ്രീനെ ടെസ്റ്റ് ബ്രീഡ് ചെയ്യാതെ നമുക്ക് സ്പ്ലിറ്റ് ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പറയുകയാണ് പോസിബിൾ സ്പ്ലിറ്റ് ബ്ലൂ എന്ന് പറയും. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു മ്യൂട്ടേഷൻ്റെ കുറിച്ച്. അപ്പോൾ നേരത്തെ കണ്ടു നിങ്ങൾ ഗ്രീൻ ഫിഷർ ഒരു പകുതി ഡേറ്റി ഷെയ്ഡും പകുതി ആ ഓറഞ്ച് കളറും. അപ്പോൾ ഫുള്ള് ഹെഡിൽ ഒപ്പലൈൻ, അതായത് ഹെഡിൽ റെഡായിട്ട് വരുമ്പോൾ അതിനെ പറയുന്നതാണ്
ഒപ്പലൈൻ എന്ന് പറയും. ഗ്രീൻ ഫിഷർ ഒപ്പലൈൻ. ഇതൊരു മ്യൂട്ടേഷനാണ്, റെസസീവാണ് ഈ മ്യൂട്ടേഷൻ. അതിൽ മെയിൽ ബേഡുകൾ നമ്മൾ പെയറിങ്ങിന് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫിഷർ നോട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് വിഷ്വലി ഫീമെയിൽസ് ഒപ്പലൈൻ വീഴും. അല്ലാതെ ഫീമെയിൽ ഒപ്പലൈൻസിനെ സെലക്ട് ചെയ്ത് നമ്മൾ ഫിഷർ നോട്ട് മെയിൽ ഫിഷർ നോട്ട് പെയർ ചെയ്യുന്നത് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒരു കാരണവശാലും ഒപ്പലൈൻസ് വീഴില്ല, വിഷ്വലി സ്പ്ലിറ്റ് ഒപ്പലൈൻസ് വീഴുള്ളൂ. അപ്പോൾ മറ്റുള്ള കളറിലേക്ക് നമുക്ക് ബ്രീഡിങ്ങിന് കയറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഗ്രീൻ ഫിഷർ ഒപ്പലൈൻ അല്ലെങ്കിൽ ഒപ്പലൈൻ എപ്പോഴും മെയിലായിരിക്കണം. ഇപ്പോൾ പാർബിളോ അല്ലെങ്കിൽ ബ്ലൂ സീരീസോ ബേർഡിലോട്ട് നമ്മൾ പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കാണുന്ന ബേർഡ് വയലറ്റ് ഒപ്പലൈൻ മെയിലി, അതിൻ്റെ കൂടെ ഗ്രീൻ ഫിഷർ ഒപ്പലൈൻ സ്പ്ലിറ്റ് B1 ഓർ B2 ആണത്, അതായത് പാർബ്ലൂൻ്റെ സ്പ്ലിറ്റാണത്. അപ്പോൾ അങ്ങനെ നമ്മൾ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ ഒരു പെയറിൽ നിന്ന് നമുക്ക് പാർബ്ലൂ സീരീസ് ഒപ്പലൈൻസ് വീഴും, അതുപോലെ ബ്ലൂ സീരീസ് ഒപ്പലൈൻസ് വീഴും. കാരണം നമ്മൾ എടുത്ത ബേർഡ് ഗ്രീൻ ബേർഡ് അതൊരു പാർബ്ലൂൻ്റെ സ്പ്ലിറ്റാണത്, B1 B2 ആണത്. അതുപോലെ അതിൻ്റെ പേരൻറ്റിലെ മെയിൽ ബേർഡ് വയലറ്റ് ഒപ്പലൈൻ അതൊരു ബ്ലൂ സീരീസ് ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കിപ്പോൾ ഈ കാണുന്ന പോലെ പാർബ്ലൂ സീരീസ് അതുപോലെ തന്നെ ബ്ലൂ സീരീസ് വയലറ്റ് ഒപ്പലൈനൊക്കെ എല്ലാം അതിനകത്ത് വീഴും. അപ്പം അങ്ങനെ അതൊരു ബെറ്റർ ആയിട്ടുള്ള പെയറിംഗ് ആണ്. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങളുടെ ഏവറിൽ ഇതുവരെ പെയറുകളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ, അതായത് ബേർഡുകളുടെ പെയറിംഗ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ പെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കുള്ളൂ. നല്ല ചിക്സുകൾ, ഈ പറഞ്ഞ പല കളർ ബേർഡുകൾ നമുക്ക് ഒരു പെയറിൽ നിന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരു വീഡിയോസ് വാച്ച് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മൾ സാധാരണ ബേർഡുകളല്ല നമ്മൾ പെയറിങ്ങിന് എടുക്കുന്നത്. കാരണം നിങ്ങളിപ്പോൾ കണ്ട ആ വീഡിയോസിലെ ബേർഡുകളൊന്നും എൻ്റെ ഏവലുള്ള ബേർഡുകളല്ല, ഇപ്പോൾ കണ്ട കുഞ്ഞുങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു ക്വാളിറ്റിയും ആ ഒരു ക്ലിയർ ഹെഡ് ബേർഡുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഷോ ലൈൻ ബേർഡുകളുടെ സഹായത്തിൽ നടക്കുള്ളൂ. നമുക്കെല്ലാവർക്കും ഒരു ഷോ ലൈൻ ബേർഡ് എന്ന് പറയുമ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ലൈനേജ് ബേർഡുകളാണ്. ഓരോ ബ്രീഡർമാരുടെ പേരിലും ഇപ്പോൾ പീറ്റർ ഷിയാങ്, അതുപോലെ തന്നെ അഗാപ്പോണിസ് ഡെൻമാർക്ക്, അങ്ങനെ വന്ന ലൈൻസിൽ വന്ന ബേർഡുകളാണ്. അപ്പോൾ ആ ബേർഡുകളെ കൊണ്ടുവന്ന് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ആ സെയിം മെത്തേഡാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെയിൽ ബേർഡുകൾ എപ്പോഴും ഒപ്പലൈൻ എടുക്കുക. ഇപ്പോൾ ഈ കാണുന്ന ഒരു വീഡിയോയിൽ കാണുന്ന പെയർ, ഇപ്പോൾ എൻ്റെ വല്ല ബേർഡുള്ളത് ഞാൻ എടുത്തേക്കണത് മെയിൽ ബേർഡ് ഒപ്പലൈനാണ്, യൂവിങ്. അത് നോർമലി ഗ്രീൻ ഫിഷർ ഒപ്പലൈൻ യൂവിങ് ആണ്, ഇമ്പോർട്ട് ലൈനേജ് അല്ല. നമ്മൾ അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് വൈൽഡ് ഷോ ലൈൻ ബേർഡാണ്. അപ്പോൾ നമുക്ക് ആ ഒരു വൈൽഡ് ആ ഷോ ലൈൻ ക്വാളിറ്റി ഇതിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ അങ്ങനെ പെയർ ചെയ്തേക്കുന്നത്. യൂവിങ് ഒപ്പലൈൻ നമ്മൾ സെലക്ട് ചെയ്ത കാരണം നമുക്ക് യൂവിങ് ഒപ്പലൈനും വീഴും ഈ പെയറിങ്ങിൽ, അതുപോലെ തന്നെ ഒപ്പലൈൻസും വീഴും. അപ്പോൾ അതൊക്കെ രണ്ട് മ്യൂട്ടേഷനാണ്, ഫിഷർ വെറൈറ്റിയിലെ 2 മ്യൂട്ടേഷനാണ്, ഒപ്പലൈൻ അതുപോലെ തന്നെ യൂവിങ് ഒപ്പലൈൻ. അപ്പം അങ്ങനെ നമുക്ക് ഈ ഒരു പെയറിങ്ങിൽ ഇപ്പോൾ മെയിൽ ബേർഡ് യൂവിങ് ഒപ്പലൈൻ, ഫീമെയിൽ വൈൽഡ് ഗ്രീൻ ഫിഷർ ഷോ ലൈൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒപ്പലൈൻസും യൂവിങ്ങും വീഴും. ഒപ്പലൈനും വരും, യൂവിങ് ഒപ്പലൈൻസും വരും, രണ്ടിലും വരും, ഫീമെയിലും മെയിലും വരും. മെയിൽ വരുമ്പോൾ സ്പ്ലിറ്റ് ഒപ്പലൈനും, ഫീമെയിൽസിൽ വരുമ്പോൾ ഒപ്പലൈനും. അപ്പോൾ ആ സ്പ്ലിറ്റ് ഒപ്പലൈനാണ് നമ്മൾ ഈ പറഞ്ഞ പല കളറിലേക്ക്. ഇപ്പോൾ ഈ കാണുന്ന പെയർ ഇതൊരു പാർബ്ലൂ ഒപ്പലൈൻ ഫീമെയിലി, അതിൻ്റെ കൂടെ സ്പ്ലിറ്റ് ഒപ്പലൈൻ മെയിലി. വിഷ്വലി ഒരു ഗ്രീനാണ്, അത് സ്പ്ലിറ്റ് ബേർഡൊന്നും അല്ല, സ്പ്ലിറ്റ് ഒപ്പലൈൻ മാത്രമേ ഉള്ളൂ, സ്പ്ലിറ്റ് ബേർഡൊന്നും അല്ല. ഞാനിവിടെ ചെയ്തേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്വാളിറ്റിയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അതായത് ചിക്സുകളുടെ ഹെഡും ക്ലിയർ ഹെഡ് അതുപോലെ തന്നെ സൈസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനാണ് ഞാൻ ഇങ്ങനെ പെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹെഡ് സൈസും അതുപോലെ തന്നെ ചിക്സുകളുടെ ക്വാളിറ്റിയൊക്കെ ഇച്ചിരി ബെറ്ററാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ പെയറിംഗ് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ഒപ്പലൈൻ എപ്പോഴും മെയിൽ ബേർഡ് എടുക്കണം. ഇപ്പം ഞാൻ എടുത്തേക്കണ ഈ ബേർഡ് അതൊരു വൈൽഡിൽ നിന്ന് ഇറക്കിക്കണ ഗ്രീൻ ഫിഷർ സ്പ്ലിറ്റ് ഒപ്പലൈനാണ്. ഒരു സ്പ്ലിറ്റ് ബ്ലൂ അല്ലെങ്കിൽ സ്പ്ലിറ്റ് B1 B2 പാർബ്ലൂൻ്റെ സ്പ്ലിറ്റ് ഒന്നുമല്ല, ഒരു സ്പ്ലിറ്റ് ഒപ്പലൈൻ ഗ്രീൻ ഷോ ലൈൻ ബേർഡിൽ നിന്ന് ഇറക്കിയേക്കണ ഒരു ഗ്രീൻ സ്പ്ലിറ്റ് ഒപ്പലൈൻ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ക്വാളിറ്റിയാണ് എല്ലാവരുടെയും ഇഷ്ടം, അല്ലെങ്കിൽ എല്ലാവർക്കും താല്പര്യം ക്വാളിറ്റിനോടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട വീഡിയോസിലെ ബേർഡുകളൊക്കെ, അപ്പോൾ അവർക്ക് ഇറങ്ങിയ ചിക്സുകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്, 2 ബേർഡുകൾ. അപ്പം നമ്മൾ ആദ്യം ഫിഷർ വെച്ചിട്ട് നമ്മൾ പഠിപ്പിച്ചിരുന്നു, ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞിരുന്നു, ഈ സ്പ്ലിറ്റും പോസിബിളൊക്കെ. അപ്പോൾ ഇതിനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ പേരൻറ്റിൽ പറഞ്ഞിരുന്നു ഗ്രീൻ ഫിഷർ സ്പ്ലിറ്റ് ഒപ്പലൈനാണ്, മെയിലാണ്. അതെടുത്ത കാര്യമൊക്കെ ഞാൻ പറഞ്ഞു, അതിൻ്റെ ഹെഡ് സൈസും ക്വാളിറ്റിയൊക്കെ ഇച്ചിരി ഡെവലപ്പ് ചെയ്യാൻ സ്പ്ലിറ്റ് ഒപ്പലൈൻ ഏറ്റവും ബെറ്റർ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാൻ.
ഉണ്ട്. കൂടുതൽ ഒപ്പലൻസിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ മെയിലുകൾ ഇടണം. പക്ഷേ നമുക്ക് ഹെഡ് സൈസ് കൂട്ടണം, നമ്മൾ അങ്ങനെ പേർ ചെയ്യണം. അതുപോലെ തന്നെ പാർബിൾ ഒപ്പലൻ ഫീമെയിൽ. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് 2 കുഞ്ഞുങ്ങൾ കിട്ടി. ഈ 2 കുഞ്ഞുങ്ങളെ നമുക്ക് പാർബ്ലൂവിൻ്റെ സ്പ്ലിറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇതിൽ നമുക്ക് B1 ഓർ B2 അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം പാർബ്ലൂ എന്ന് പറയുന്നത് B1ൻ്റെയും B2ൻ്റെയും ഒരു കൂടിച്ചേരലാണ്. അത് രണ്ടും കൂടിച്ചേർന്നാണ് ഒരു മ്യൂട്ടേഷൻ ഉണ്ടായത്. അപ്പോൾ നമുക്ക് പോസിബിൾ B1 ഓർ B2 എന്ന് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇറങ്ങുന്ന ചിക്സുകൾ നമുക്ക് പോസിബിൾ B1 ഓർ B2 എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം ടെസ്റ്റ് ബ്രീഡ് ചെയ്യണം. ടെസ്റ്റ് ബ്രീഡ് എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ഈ കാണുന്ന പെയർ, ഇത് റൈറ്റ് സൈഡിലെ ബേർഡ് ഡയലോട്ട് ഒപ്പലയാണ് ഗ്രീൻ, അത് B1 B2 ആണ് എന്നാണ് ബ്രീഡർ പറഞ്ഞത്. നമ്മൾ എടുത്ത ബ്രീഡർ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എനിക്കിത് കൺഫേം ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ബ്ലൂ സീരീസ് ബേർഡിനെ പെയർ ചെയ്യണം. ബ്ലൂ സീരീസ് ബേർഡിനെ പെയർ ചെയ്യുമ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ബ്ലൂ സീരീസ് ഇറങ്ങണം, പാർ ബ്ലൂ സീരീസ് ഇറങ്ങണം, ഗ്രീനും ഇറങ്ങും. അറിയാം, മെയിൽ ബേർഡ് ഗ്രീനാണ്, അതുകൊണ്ട് ഗ്രീൻ കളർ ഇറങ്ങും, ഡോമിനൻ്റുമാണ് ഗ്രീൻ. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് പാർ ബ്ലൂ ഇറങ്ങുമ്പോൾ എനിക്കത് കൺഫേം ആക്കാം ഇതൊരു B1 B2 ആണ്. അതൊരു ബ്ലൂ ഇറങ്ങുമ്പോൾ എനിക്ക് കൺഫേം ആക്കാം അതൊരു B1 B2 ബേർഡാണ്. നമുക്ക് കൺഫേം ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തേക്കണ പേരിൽ വൺ സൈഡ് B2 ബേർഡായിരിക്കും. നമുക്കറിയാം B2നെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 2 പാർ ബ്ലൂ എന്ന് ഇറങ്ങണ ബ്ലൂ സീരീസ് കളറുകളുടെ ബേർഡുകൾ B2 ആയിരിക്കും. അതും ടെസ്റ്റ് ബ്രീഡ് ചെയ്യണം. അപ്പം അങ്ങനെ കൺഫേമായ പേരൻസിൽ നിന്ന് ഇറങ്ങണ ഫുള്ള് ചിക്സുകളും പാർ ബ്ലൂ ആയിരിക്കും. ഇപ്പോൾ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ അത് B1 B2 ആയിരിക്കും കൺഫേം. അപ്പം അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അല്ലാതെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമുക്ക് ടെസ്റ്റ് ബ്രീഡ് ചെയ്താൽ മാത്രമേ കൺഫേം B1 B2 എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള പേരുകൾ നമുക്ക് പോസിബിൾ B1 B2 എന്ന് പറയും. അടുത്ത ഒരു പേര്, ഒരു ഉദാഹരണത്തിന് ഇതൊരു ഗ്രീൻ ഫിഷർ ഒപ്പലൈൻ സ്പ്ലിറ്റ് ബ്ലൂ ആണ്. ഇത് ഞാൻ തന്നെ ഇറക്കിയ ബേർഡാണ്. ഇതിൻ്റെ പേരൻസ് എന്ന് പറയണമെങ്കിൽ ബ്ലൂ ഒപ്പലൈൻ മെയിലി, വൈൽഡ് ഗ്രീൻ ഫിഷർ ഫീമെയിലി. അപ്പം അങ്ങനെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം. മെയിൽ ബേർഡുകൾ ഒപ്പലൈൻ വരുമ്പോൾ അതിൻ്റെ അകത്ത് ഇറങ്ങണ ഫീമെയിൽസ് എല്ലാം ഒപ്പലൈൻ ആയിരിക്കും. മെയിൽ ബേർഡുകളെല്ലാം സ്പ്ലിറ്റ് ബ്ലൂ സ്പ്ലിറ്റ് ഒപ്പലൈൻ ആയിരിക്കും. അപ്പോൾ അതുപോലത്തെ അതിൻ്റെ ഒരു ഫീമെയിലാണ് ഈ കാണുന്നത്. ഗ്രീൻ ഫിഷർ ഒപ്പലൈൻ സ്പ്ലിറ്റ് ബ്ലൂ വൈൽഡിന് സെറ്റ് ചെയ്യണം. എൻ്റെ പെയറിങ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ക്വാളിറ്റിക്ക് വേണ്ടിയാണ് പെയർ ചെയ്യണത്, ബിസിനസ് ആ ഒരു ഇതിലല്ല. അപ്പോൾ അതുകൊണ്ട് ക്വാളിറ്റി അങ്ങനെ നല്ല രീതിയിൽ സെറ്റ് ചെയ്യാം, നല്ല കളക്ഷൻ സെറ്റ് ചെയ്യാം, അങ്ങനെയാണ് ഉദ്ദേശിച്ചാണ് ഇങ്ങനെ പെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫീമെയിൽ ഗ്രീൻ ഫിഷർ ഒപ്പലൈൻ സ്പ്ലിറ്റ് ബ്ലൂ, മെയിൽ ബേർഡ് ടർക്കോയ്സ് യൂവിങ് സ്പ്ലിറ്റ് ഒപ്പലൈൻ. അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് നിന്ന് ബ്ലൂ സീരീസ് വീഴണം, പാർ ബ്ലൂ സീരീസ് വീഴണം ഇതിൻ്റെ അകത്ത് ഈ ഒരു പെയറിങ്ങിൽ. ഞാൻ മിക്കവാറും എൻ്റെ പെയറിങ്ങിൽ ടോട്ടലി എല്ലാ ബേർഡുകളും വന്ന് വീഴുന്ന രീതിയിൽ ഞാൻ പെയർ ചെയ്യുള്ളൂ. ഞാൻ കുറേ വീഡിയോ കണ്ടതിൻ്റെ പുറത്തും പിന്നെ നമ്മുടെ ഇഷ്ടത്തിൻ്റെ പുറത്തുമാണ് അങ്ങനെ ചെയ്യണത്. കാരണം ഡിഫറൻറ്റ് കുഞ്ഞുങ്ങൾ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് വീണ് കിട്ടും. അതുപോലെ വൺ സൈഡ് ചിലപ്പോൾ യൂവിങ് കയറ്റും ഞാൻ. കാരണം എനിക്ക് യൂവിങ്ങും കിട്ടും, ഒപ്പലേനും കിട്ടും. 2 മ്യൂട്ടേഷനാണ്. അതുപോലെ തന്നെ ഡിഫറൻറ്റ് കളർ മ്യൂട്ടേഷൻസ്. അതാണ് ഇങ്ങനെ ഞാൻ പെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഇപ്പോൾ ഒരു 2 കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടിയുള്ളൂ. ഒപ്പലൈൻസ് നമുക്ക് വീണില്ല. നമുക്ക് കിട്ടിയേക്കുന്നത് പോസിബിൾ സ്പ്ലിറ്റ് ഒപ്പലൈൻ എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം ഇതിൽ മെയിൽ ബേർഡുകൾ DNA എടുത്താൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതിൽ വന്ന മെയിൽ ബേർഡുകളെല്ലാം സ്പ്ലിറ്റ് ഒപ്പലൈൻ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഫിഷറാണ് വിഷ്വലി, പക്ഷേ ഇതിലെ മെയിൽ കൺഫേം സ്പ്ലിറ്റ് ഒപ്പലൈൻ ആയിരിക്കും. ഫീമെയിൽ വരുമ്പോൾ ഫിഷർ വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഫീമെയിൽസ് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഫീമെയിൽസ് ഒരു കാരണവശാലും സ്പ്ലിറ്റ് ഒപ്പലൈൻ എന്നൊരു സംഭവം ഇല്ല. അപ്പോൾ നമുക്കതിൻ്റെ ആ ചിക്സുകളെ സ്പ്ലിറ്റ് ഒപ്പലൈൻ പോസിബിൾ സ്പ്ലിറ്റ് ഒപ്പലൈൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അടുത്തൊരു പെയറിങ് എന്ന് പറയുന്നത് സെയിം തന്നെ വൺ സൈഡ് ഗ്രീൻ ഫിഷർ ഒപ്പലൈൻ സ്പ്ലിറ്റ് ബ്ലൂ വൈൽഡാണ്. പിന്നെ ഓപ്പോസിറ്റ് ഇട്ടേക്കണത് അത് ഫീമെയിലാണ്. ഓപ്പോസിറ്റ് ഇട്ടേക്കണത് പാർ ബ്ലൂ വയലറ്റ് വെറും ഫിഷറാണ്, നല്ല മാർക്കിംഗ് ഉള്ള ഫിഷർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് സ്പ്ലിറ്റ് ഒപ്പലൈൻ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പേര് വെക്കണം. ഞാൻ പറഞ്ഞ നേരത്തെ ഹെഡ് സൈസൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പ്ലിറ്റ് ഒപ്പലൈനെ ചെയ്യണം കിട്ടാൻ വേണ്ടി. ഓപ്പോസിറ്റ് ഇപ്പോൾ ബ്ലൂ സീരീസൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഹെഡ് സൈസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സ്പ്ലിറ്റ് ഒപ്പലൈനായിട്ട് വർക്ക് ചെയ്യിപ്പിക്കണം. അപ്പോൾ അതിനാണ് ഇങ്ങനെ പെയർ ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് എനിക്ക് ബ്ലൂ സീരീസും പാർ ബ്ലൂ സീരീസും വീഴണം. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. അതുപോലെ തന്നെ നമ്മൊരു വയലറ്റ്
ഫിഷർ ഒപ്പലൈൻ, അതിൻ്റെ കൂടെ വൈൽഡ് ഗ്രീൻ ഫിഷർ, അതിൽ നിന്ന് ഇറക്കിയേക്കണ ഒരു കുഞ്ഞാണ് ഈ കാണുന്നത് നിങ്ങൾ. ആ ബേഡിൻ്റെ ആ ഒരു ഫെദറിലെ ഒരു വയലറ്റ് ഷെയ്ഡ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ ഫ്ലൈയിങ് ഫെദേഴ്സില്ല വയലറ്റ് കളർ കയറി വന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് ഒരു വയലറ്റ് ഗ്രീൻ ഒപ്പലൈനാണ്. ഇത് ഫീമെയിലാണ് കൺഫേം. നമുക്ക് ഇങ്ങനെ വരുമ്പോൾ എപ്പോഴും നമുക്കത് മനസ്സിലാക്കാം. ഒപ്പലൈൻസ് വീഴുമ്പോൾ അത് കൺഫേം ഫീമെയിൽ വയലറ്റ് ഗ്രീനാണ്, സ്പ്ലിറ്റ് ബ്ലൂ ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് ക്വാളിറ്റിയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ഇങ്ങനെയുള്ള ബേഡുകളൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ട പോലത്തെ ആ ബേഡ് അതേ രീതിയിലുള്ള ബേഡുകൾ സെറ്റ് ചെയ്തിറക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ ഉപകാരപ്പെടുന്ന വീഡിയോയിൽ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിവിടുന്ന് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും സംശയങ്ങളും മാറിയെന്ന് കരുതുന്നു. സ്പ്ലിറ്റ് അഥവാ പോസിബിൾ സ്പ്ലിറ്റ്. അപ്പോൾ വീണ്ടും കാണാം നല്ലൊരു വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും ബൈ.